വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറുപിറുത്തു, കർത്താവ് നമ്മെ വെറുക്കുന്നു, അതിനാലാണ് നമ്മെ അമ്മോന്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുവാനായി ഈജിപ്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ ജനങ്ങൾ നമ്മളെക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്രേ. അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളും ആണ്. അവിടെ ഞങ്ങൾ അനാക്കീമിൻ്റെ സന്തതികളെപ്പോലും കണ്ടു. അങ്ങനെ പറഞ്ഞ് അവർ നമ്മുടെ സഹോദരന്മാരെ നഷ്ടതരാക്കിയിരുന്നു. നാം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അവരെ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ മുൻപേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ അവിടെ എത്തുന്നതുവരെ കടന്നു പോന്ന വഴികളെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ വഹിച്ചിരുന്നതും മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴിയാട്ടിയായി അവിടുന്ന് രാത്രിയിൽ അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ ദൈവം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന വഴികളെക്കുറിച്ച് വീണ്ടും 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 അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ 400 വർഷക്കാലം എത്രയോ പ്രാവശ്യം ഇത് അവരോട് പ്രവാചകന്മാർ മാറി 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 പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ വേദപുസ്തകം പല ആവർത്തി ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ തലമുറകളിലും ആദ്യം മുതൽ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെക്കുറിച്ചും അവരെ വഴി നടത്തിയ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവം അവരോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ചും അവരെ സംരക്ഷിച്ച വഴികളെക്കുറിച്ചും ഒക്കെ മാതാപിതാക്കളും പുരോഹിതരും ജനത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുപോരുന്നത് നമുക്ക് കാണാം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് തിരിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കഷ്ടതകളെക്കുറിച്ച് മാതാപിതാക്കൾ പറയാറുണ്ടോ? പറഞ്ഞാൽ അവരത് കേൾക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിഞ്ഞു പോകുന്ന വഴികൾ ഇന്നതൊക്കെയാണ്. അവിടെയൊക്കെ ദൈവം നമ്മളെ ഇങ്ങനെ പരിപാലിച്ചു, വഴി നടത്തി. ഇന്ന് ഈ കാണുന്നതെല്ലാം ദൈവം ദാനമായി തന്നതാ. അതിന് കാരണമായി തീർന്നത് ആ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എടുത്ത സഹനങ്ങളുടെ ബാക്കി പത്രമാണെന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കാൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു തലമുറയാണ് നമ്മുടെതെന്ന് പറയാതിരിക്കാനാവില്ല. പഴയതൊന്നും കേൾക്കണ്ട, കാണണ്ട, എന്തിനാ പഴയതൊക്കെ അവരോട് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന മൂഢസ്വർഗത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ. വേരില്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല. നമുക്ക് ആവശ്യത്തിന് വേരുകളുണ്ട്. പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി കാണാനുണ്ട്. അത് കാണാതെയും അറിയാതെയും മക്കളെ വളർത്തിക്കൊണ്ട് വന്നാൽ അവർ കാണുന്നതെല്ലാം പൊന്നാണെന്ന് അവർ ചിന്തിക്കും. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്താൻ ഇന്ന് നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്. ഈ മിന്നിത്തിളങ്ങുന്നതൊക്കെ കണ്ട് മതിമറന്നു ജീവിക്കാൻ അവരെ പരിശീലിപ്പിക്കുന്ന ഒരു സംസ്കാരം അവരെ വളർത്തിയെടുക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കൊച്ചിലെ മുതൽ കൊടുക്കേണ്ടത്, അമ്മ മടിയിലിരുത്തി മുലപ്പാൽ കൊടുക്കുന്ന കാലം മുതൽ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അപ്പൻ കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തുന്നതാണെന്നും ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ കൊടുത്തു പോന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളിലൊക്കെയും ആ വേരുകളെ പറ്റിയുള്ള ബോധ്യമുണ്ടാകും. ഈ വേരുള്ളത് കൊണ്ടാണ്, അതാണ് നമ്മളെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ഇന്ന് നമുക്ക് തണൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പാടുകളുണ്ട്. ഇത് അപ്പൂപ്പന്മാരായിട്ട് കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും പ്രാർത്ഥനകളുടെയും ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റാതെ പോകുന്നത് ദയനീയമാണ്. ഇന്നത്തെ അനർത്ഥങ്ങളുടെയൊക്കെ കാരണവും അതുതന്നെയാണ്. നമുക്ക്
അത് എവിടേക്കോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം അവരുടെ മക്കളെയും അവർ കൊച്ചുമക്കളെയും തലമുറകൾ തോറും അവരുടെ ചരിത്രം പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് വീരോടെ ഇന്നും ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുന്നത്. അവർ വീറുള്ളവരായി തീരുന്നത് അതുകൊണ്ടാണ്. ആ ഒരു ബോധ്യം കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട്. അവരുടെ സ്ഥലം അവർ വീണ്ടെടുക്കണം, അവർക്കവിടെ പാർക്കണം, അവർക്കവിടെ പ്രാർത്ഥിക്കണം, അവർക്കവിടെ ആരാധനയിൽ യഹോവയെ ദൈവത്തെ സ്തുതിക്കാനുള്ള ഇടം അവരോട് നിർബന്ധമായിട്ടും അവരേറ്റെടുത്ത് കൊണ്ടുപോകണം. ഈ ബോധ്യം അവർക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ പിൻതലമുറകൾ കൈമാറി കൊടുത്ത വിശ്വാസ ചൈതന്യമാണ്. ഇത് നമുക്കിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കാനും നമ്മുടെ കുടുംബങ്ങളിൽ അത് പറഞ്ഞു കൊടുക്കാനും ഇടവക ദേവാലയത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ അവരെ പരിശീലിപ്പിക്കാനും ഒക്കെയുള്ള കൃപ ദൈവം നമുക്ക് കിട്ടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.